ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കനും സ്പിനച്ചും ഉള്ളൊരു കറിയാണ്. ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ കുറച്ച് സ്പിനച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഇതിനകത്ത് ചിക്കനകത്ത് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, കുറച്ചെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ളൊരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനും കുറച്ച് ഗാർലിക്കും ജിഞ്ചറും കുറച്ച് ടർമറിക് പൗഡർ, ഓക്കെ, കുറച്ച് സാൾട്ട് കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കണം. മസാല എന്ന് ഞാൻ പറഞ്ഞില്ല, ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇവിടെ. കുറച്ച് ടർമറിക് പൗഡറും കൊറിയാണ്ടർ പൗഡറും എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1 ടീസ്പൂൺ ടർമറിക് പൗഡർ ഉണ്ട്. കൊറിയാണ്ടർ പൗഡർ എനിക്കൊന്ന് 2.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ 3 യൂസ് ചെയ്യാം. അത് നമ്മൾ എടുക്കുന്ന ചിക്കനും ഈ സ്പിനച്ചൊക്കെ എടുക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ഈ പൊടിയൊക്കെ ഇടേണ്ടത്. ഇപ്പോൾ കുറവാണെങ്കിൽ നമ്മളിങ്ങനെ വഴിച്ചിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നുള്ള മസാല എന്ന് വെച്ചാൽ കുറച്ച് ഫെനൽ സീഡ്, കുറച്ച് ബേ ലീഫ്, ഇത് മേസ് ഫ്ലവർ, ജാതിപത്രി, പിന്നെ ഇത് കുരുമുളക്. ഓക്കെ, കുറച്ച് കുരുമുളക്, ഒരു ബ്ലാക്ക് കാർഡമം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കാർഡമം, ഗ്രീൻ കാർഡമം, ഇത് കുറച്ച് സിനമൺ, ക്ലോവ്സ്, സ്റ്റാർ അനീസ്, കുറച്ച് കാരം സീഡ്. ഓക്കെ, ഇതാണ് മസാല. ഇതൊന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ കുറച്ച് മെത്തി, ഇത് ഡ്രൈ മെത്തി ലീഫ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓണിയൻ വേണം, കുറച്ച് ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി. ഓക്കെ, ഞാൻ ഇതിനകത്ത് റെഡ് ചില്ലി പൗഡർ, റെഡ് ചില്ലി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതിനകത്ത് ഗ്രീൻ ചില്ലി, ജിഞ്ചറൊക്കെ എരിവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. ഇത് വഴറ്റാനൊക്കെ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചിട്ട് അതിൻ്റെ കൂടെ ടർമറിക് പൗഡറും കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ ജിഞ്ചർ ഗാർലിക്കൊന്ന് ചതച്ചിട്ട് വരട്ടെ. അപ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചതയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം. ഓക്കെ, ജിഞ്ചറും ഗാർലിക്കും ഒക്കെ. അതുപോലെ നമ്മൾ ചിക്കൻ എടുക്കുന്നത്, സ്പിനച്ച് ഇടുന്നത്, അതനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അളവ് മാറ്റി ഒക്കെ എടുക്കണം. ഓക്കെ, അതല്ല ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചതച്ചിട്ട് ആ ചിക്കനും ടർമറിക് പൗഡറും സാൾട്ടും എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാം, വേവിക്കാൻ വെക്കാം. ചിക്കൻ ഒരു കലത്തിലോട്ട് ഇട്ടു. ഇനി നമ്മൾ ആ ജിഞ്ചർ ഗാർലിക്ക് ചതച്ച് വെച്ചില്ല, അതോടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകാം. എന്നിട്ട് നമുക്ക് കുറച്ച് സാൾട്ടും ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇതേപ്പം ആ ജിഞ്ചർ ഗാർലിക്കും ടർമറിക് പൗഡറും സാൾട്ടും ഇട്ടു. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വേവിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഓണിയനൊക്കെ കട്ട് ചെയ്ത് വഴറ്റിയൊക്കെ എടുക്കാം. ഇനിയിപ്പം ഞാൻ ഈ ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവാം. ഓണിയനും ഈ ജിഞ്ചറും ഗാർലിക്കും, കുറച്ച് ഗാർലിക്കും ജിഞ്ചറും മതി കേട്ടോ ഇതിനകത്ത് ഇനി ഇടുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല എരിവിന് പച്ചമുളക് യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും കുരുമുളകൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് ചില്ലി പൗഡർ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് വരട്ടെ. പിന്നെ കുറച്ച് സ്പിനച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു 3 നല്ല വലിയ പിടി. ചിക്കൻ റെഡി ആകുമ്പോഴത്തേന് ഇത് ഓണിയൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഗ്രീൻ ചില്ലി ഞാൻ 3 എടുത്തുള്ളൂ കേട്ടോ, ഒത്തിരി എടുത്തില്ല. ശരിക്കും നല്ലതാണ് എരിവ്. പച്ചമുളക് നന്നായിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പക്ഷേ ഇന്ന് കുറച്ചേ ഇടുന്നുള്ളൂ. ഓക്കെ, പിന്നെ ജിഞ്ചർ ഗാർലിക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഗ്രീൻ ചില്ലി 3 കട്ട് ചെയ്തു, ഓണിയൻ. ഇനിയിപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. അതിന് മുമ്പ് ഞാൻ ഇതൊന്ന് വറുത്ത് പൊടിച്ച് വെക്കാൻ പോയി മസാല. ഓക്കെ, ഞാൻ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, ചൂടായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു. ബേബീഫ് ഒന്ന് നമുക്ക് ചെറിയ പീസാക്കാം. ചൂടാവട്ടെ. ഒക്കെ ചൂടായിട്ട് നമുക്ക് പൊടിച്ച് വെക്കാം. ഇതിപ്പം വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെക്കാൻ പോകും. ഓക്കെ, പാത്രം വെച്ചിട്ട് ചൂടായപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒഴിച്ചിട്ട് നമുക്ക് ഓണിയൻ ഒന്ന് വാട്ടിയെടുക്കാം.
ഞാൻ ഈ ഓണിയൻ ഫുള്ള് ഓണിയൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഓണിയനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചുള്ളൂ. അത് നിങ്ങൾ ഈ സ്പിനച്ചും ചിക്കനും ഒക്കെ എടുക്കുന്ന പോലെ എടുക്കുക ഓരോന്ന്. ഓക്കെ, ഇത് ഞാൻ വാട്ടിയെടുക്കട്ടെ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓണിയൻ ഇവിടെ ആവുമ്പോഴത്തേക്കും നമുക്ക് സ്പിനച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് എടുത്ത് വെച്ചിരുന്ന സ്പിനച്ച് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഓണിയൻ അവിടെ റെഡി ആവുന്നു. നമുക്കിനി ഈ ജിഞ്ചർ ഗാർലിക് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ അതുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് സ്പിനച്ച് ഇട്ട് കൊടുക്കാം. ഇത് മസാല ഞാനിങ്ങനെ പൊടിച്ചു വെച്ചു, അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കി. മസാല പൊടിച്ച് വെച്ച് ഇട്ട് ഇനി നമുക്ക് മറ്റേ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ടെർമറിക് പൗഡറും കൊറിയാണ്ടർ പൗഡറും ഇട്ട് കൊടുക്കുക. എടുത്ത് ചെയ്യാൻ മേത്തി ലീഫില്ലേ, ഡ്രൈ മേത്തി ലീഫ് അത് ഇട്ട് കൊടുത്തു. അതുകൂടെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് സ്പിനച്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ടെർമറിക് പൗഡറോ കൊറിയാണ്ടർ പൗഡറോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്പിനച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്പിനച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ആ ഗ്രീൻ ചില്ലി ഇല്ലേ നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ അതുകൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ആ ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ചാൽ അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, എല്ലാം കൂടെ ഒന്ന് മൂട്ടത്തിന് നമുക്ക് ആ ചിക്കൻ ഗ്രേവി ഇല്ലാതെ ഇതിനകത്തോട്ട് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ഞാൻ ഓണിയൻ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, പിന്നെ ചിക്കൻ ഓൾറെഡി ഇട്ടിട്ട് നമ്മൾ വെച്ചത്. ഇപ്പം നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം ചിക്കനും ആ സ്പിനച്ചിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രേവി ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. ഓക്കെ, ഞാൻ 2 ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് അവിടുത്തെ ഇഷ്ടംപോലെ ഉപ്പൊക്കെ ഇടുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നിടം വരെ ഇരിക്കുക. അത് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റും. അപ്പം ഞാൻ ലാസ്റ്റ് 2-3 പച്ചമുളക് കൂടി ഇട്ടു. ഓക്കെ, ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തു. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ യൂഷ്വലി ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ചില്ലി നന്നായിട്ട് ആഡ് ചെയ്യും, അപ്പോൾ നല്ല ടേസ്റ്റ് അതിന് ശരിക്കും. ഈ ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആ റെഡ് ചില്ലി ഇടാത്തതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ ആഡ് ചെയ്യുക. പിന്നെ കുരുമുളകൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഇത് റെഡിയായി. ഞാൻ ഇനി ഒരു ബൗളിലോട്ട് മാറ്റട്ടെ. ഇത് അങ്ങനെ സ്പിനാച്ച് ചിക്കൻ കറി റെഡിയായി, നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, യമ്മിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പം ഞാൻ പറയുന്നത് കുറച്ച് നന്നായിട്ട് ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ഒക്കെ ഇട്ട് ഉണ്ടാക്കുക. ഓക്കെ, റെഡ് ചില്ലി ഇടാത്തതുകൊണ്ട്. ഓക്കെ, ഈ ചപ്പാത്തിക്കൊക്കെ പറ്റി നല്ലൊരു കറിയാണ്. ഓക്കെ, see you next week. Bye.